HMPV വൈറസിനെ കുറിച്ച് ആശങ്കകൾ പടരുന്നതിനിടയിൽ വിശദീകരണമായി ചൈന രംഗത്ത്. ഇത് ശൈത്യകാലത്ത് സാധാരണയായി ഉണ്ടാകുന്ന സംഭവം മാത്രമാണെന്നും ബീജിംഗിലേക്ക് യാത്ര ചെയ്യരുതെന്ന് സുരക്ഷിതമാണെന്നും ചൈന അറിയിച്ചു. വൻതോതിൽ രാജ്യത്ത് അണുബാധയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് ഇടയിലാണ് ചൈന ആശങ്ക വേണ്ടെന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിദേശികൾക്ക് ബീജിംഗിലേക്കുള്ള യാത്ര സുരക്ഷിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ശൈത്യകാലത്തുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ കേസുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം താരതമ്യേന കുറവാണെന്നും ചൈന പറയുന്നു. ചൈനയിൽ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളതെന്നായിരുന്നു വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉത്തരാഗോളത്തിൽ മഞ്ഞുകാലത്ത് ശ്വാസകോശം സംബന്ധമായ അണുബാധകൾ ഏറ്റവും കൂടുതലായിരിക്കും. എന്നാൽ ഇത്തവണ രോഗങ്ങളുടെ തീവ്രത കുറഞ്ഞെന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ തോതിലാണ് പടരുന്നതെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നിരവധി വീഡിയോകൾ HMPV രോഗങ്ങളാൽ ചൈനയിലെ ആശുപത്രികളിൽ നിറഞ്ഞിരിക്കുന്നതായി അവകാശപ്പെട്ടിരുന്നു. ചൈനയിൽ വൻതോതിൽ പനി പടരുന്നതിൻ്റെ റിപ്പോർട്ടുകൾ മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലുമായി കാര്യമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് മഞ്ഞുകാലത്തെ പൊട്ടിപ്പുറപ്പെടുന്ന സാധാരണ സംഭവമാണെന്നും ആരോഗ്യ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ വർഷം മാസങ്ങളായി കടുത്ത തണുപ്പാണ് ചൈനയിൽ അനുഭവപ്പെടുന്നത്. ഇതാണ് രോഗബാധയിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ചൈനീസ് സർക്കാർ പൗരന്മാരുടെയും വിദേശികളുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്നും ധൈര്യമായി രാജ്യം സന്ദർശിക്കാമെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു. അതേസമയം പരിഭ്രാന്തി വേണ്ടത് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ജലദോഷം പോലുള്ള ലക്ഷണങ്ങളോ ചില സന്ദർഭങ്ങളിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങളോ ഉണ്ടാകുന്ന ഒരു സാധാരണ ശ്വാസ വൈറസ് ആയതിനാൽ ഇത് വലിയ ആശങ്കയ്ക്ക് കാരണമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഡയറക്ടർ ഓഫ് ജനറൽ ഹെൽത്ത് സർവീസ് അതുൽ ഗോയൽ പറഞ്ഞത്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണവും വീഡിയോകളുമൊക്കെ പലരും ആശങ്കയിലായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഇതുപോലെ സമാനമായി കോവിഡ് വ്യാപനം ഉണ്ടായതെന്നും അവിടെ നിന്നായിരുന്നു തുടക്കമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയുടെ വിശദീകരണം വന്നിരിക്കുന്നത്.